ഹലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. നാം ദൈവവചന ശുശ്രൂഷയ്ക്ക് ശേഷം അല്പസമയം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സമയം വേർതിരിക്കുന്നതാണ്. നമുക്ക് ഇപ്രകാരം സൂമിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ, വെള്ളി ദിവസങ്ങളിൽ നടക്കുന്നതാണ്. അതും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയൊക്കെ അനുഗ്രഹമായി തീരട്ടെ. നമ്മോടൊപ്പം ഇന്ന് രാത്രിയിൽ ഒരു കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ അൻവിൻ ജെ ജോർജ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം തിരുവല്ലയ്ക്ക് അടുത്ത് വേങ്ങൽ എന്ന് പറയുന്ന സ്ഥലവാസിയാണ്. എന്നാൽ ഇപ്പോൾ അലൈനിൽ കുടുംബമായിട്ടായിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം മറ്റൊരാവശ്യത്തിന് എന്നെ വിളിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തത്. എന്നപ്പോൾ ഞാൻ വൈകിട്ട് നടക്കുന്ന മീറ്റിംഗിലേക്ക് തന്നെ ക്ഷണിക്കുകയും താൻ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് രാത്രിയും ഞാൻ ചിന്തിക്കുന്നു അത് ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. വളരെ കർത്താവിനാൽ പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനാണ്. ആ കർത്താവിന്റെ ദാസനെ ഇന്ന് നമുക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ അൻവിൻ ജെ ജോർജിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ അൻവിൻ ജെ ജോർജ്, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രൈസ് ദി ലോർഡ് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്താവിൻ്റെ അഭിഷക്തൻ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അൻവിൻ ജെ ജോർജ് എന്നാണ്. എൻ്റെ സ്വദേശം തിരുവല്ലയിലാണ്. പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്കൊരു സഭയുണ്ട്, കറുകച്ചാൽ കേന്ദ്രമായി അവിടെ ഒരു സഭയെ നയിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി അലൈനിലായിരിക്കുന്നു. കർത്താവ് നമ്മളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കൂട്ടായ്മകളുടെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദൈവസന്നിധി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവർ ഈ വീഡിയോ ഓൺ ചെയ്താൽ അത് ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾ സൂം അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവർ ഈ മീറ്റിങ്ങിനകത്ത് സഹകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു സാക്ഷ്യം നിങ്ങളോടുമായി പങ്കുവെച്ച് പ്രൈസ് ദി ലോർഡ് എന്നെ ഏൽപ്പിച്ച ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്ററെ, എനിക്ക് തന്നിട്ടുള്ള സമയം ഒന്ന് പറയുമായിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സാക്ഷ്യം, പ്രൈസ് ദി ലോർഡ്, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ദൈവം എന്നെ ചെയ്ത ഒരു ദൈവിക അത്ഭുതമാണ്. ഞാൻ 1ലും 2ലും പഠിക്കുമ്പോൾ എൻ്റെ 2 കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ആദ്യമേ സ്കൂളിൽ കടന്നു പോകുന്ന സമയത്ത് സ്കൂളിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ലെറ്റേഴ്സ് ഒന്നും എനിക്ക് കാണാൻ കഴിയാത്ത നിലയിൽ ആയിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. പതുക്കെ ഓരോ ആഴ്ചകൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് അത് വർദ്ധിച്ച് പ്രൈസ് ദി ലോർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ് ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലായി. പ്രൈസ് ദി ലോർഡ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എൻ്റെ കണ്ണിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കടന്നു പോകാനിടയായത്. അവരുടെ ഡോക്ടർമാരുടെ ചികിത്സയിൽ പ്രൈസ് ദി ലോർഡ് പരിശോധിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ് എൻ്റെ കണ്ണിൻ്റെ വെയിന് ബലം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കാഴ്ച ലഭിക്കാൻ
സാധ്യത കുറവാണ്. ഇത് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അനുഭവമാണ് കാണുന്നതെന്ന് പറയുവാനിടയായി. എന്നാൽ എൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു വിളിയും ദർശനവും ദൈവം എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശവും എൻ്റെ മാതാപിതാക്കളോട് വളരെ ശക്തമായി ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിലൂടെയൊക്കെ പ്രൈസലോ നിരവധി ദൈവിക ആലോചനകൾ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദാസിമാരിലൂടെ ദൈവിക പ്രവചനാത്മാവിലൊക്കെ എന്നെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ എൻ്റെ മാതാപിതാക്കളോട് പറയുവാനിടയായി തീർന്നു. പ്രൈസലോ. എന്നാൽ ആലോചനകളും വാഗ്ദത്തങ്ങളും പ്രവചന ദൂതുകളും ഒക്കെ ദൈവസനത്തിൽ ഏറ്റെടുത്തെങ്കിലും അതിന് വിപരീതമായ ഒരു അന്തരീക്ഷത്തിൽ എൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുവാനിടയായി തീർന്നു. പക്ഷേ പ്രൈസലോ, ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിനെ കൊണ്ട് നടക്കാത്തത് എൻ്റെ കണ്ണുകൾക്ക് ദൈവം പരിപൂർണമായ സൗഖ്യം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം എനിക്ക് തരുവാൻ ദൈവം സഹായിച്ചു. പ്രൈസലോ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാനായിരിക്കുമ്പോൾ ഓരോ ദിനങ്ങളിലും കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെ എന്നോട് കൊച്ചു നാളുകളിൽ മുതൽ പറഞ്ഞോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് സാക്ഷ്യവാചകത്തിൽ പറയാം. നമ്മളോടുള്ള ഒരു പ്രവചന ശബ്ദം, പ്രൈസലോ, ഹല്ലേലൂയ, ദൈവം നാളുകൾക്കും ആണ്ടുകൾക്ക് മുമ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിലും നമ്മിൽ നടക്കുവാനിരിക്കുന്ന പ്രവചനങ്ങൾക്ക് സാധ്യതകൾ പലതും വിപരീതമാണെങ്കിലും ദൈവം പറഞ്ഞിരിക്കുന്ന ദൂതുകൾക്കും മാറ്റമില്ല. അത് ദൈവ സമയത്ത് നടത്തുവാനിടയായി തീരും. പ്രൈസലോ. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നമ്മുടെ കുടുംബങ്ങളെ നോക്കി, നമ്മുടെ തലമുറകളെ നോക്കി, നമ്മുടെ സഭയെ നോക്കി, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി ദൈവം പറഞ്ഞിരിക്കുന്ന ആത്മീയ പ്രവചന ദൂതുകൾ ദൈവം നമ്മിൽ സാധിപ്പിക്കുവാൻ ദൈവം സർവശക്തനാണ്. പ്രൈസലോ. ഹല്ലേലൂയ. ആ വിശ്വസിക്കുന്ന ജനം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പ്രൈസലോ. അപ്പോൾ കർത്താവിൻ്റെ ആ സൗഖ്യമായ കരം എന്തെന്ന് എനിക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കുവാൻ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഇടയാക്കി തീരുവാനിടയായി. എനിക്ക് പറയുവാൻ സാധിക്കും, പ്രൈസലോ, ഹല്ലേലൂയ, യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ, യേശു ഒന്ന് തൊട്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ മാറാൻ കഴിയാത്ത മേഖലകളെ മാറ്റം വരുത്തുവാൻ കഴിയും. പ്രൈസലോ. ഹല്ലേലൂയ. എത്ര സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളായിരുന്നാലും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നമ്മിൽ ഉണ്ടെങ്കിൽ അതിനെ തടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസലോ. വിശ്വസിക്കുന്ന ജനം ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. പ്രൈസലോ. എന്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ച ഒരു ദൈവിക വചനം, പ്രൈസലോ, ഹല്ലേലൂയ, മലാക്കി പ്രവചനം, പ്രൈസലോ, 3-ാം അധ്യായത്തിന്റെ 18-ാം വേദഭാഗം ഞാൻ വായിക്കുകയാണ്. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. പ്രൈസലോ. വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ഹല്ലേലൂയ മലാക്കി പ്രവചനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. പ്രൈസലോ. പ്രവാചകനായിരിക്കുന്ന മലാക്കി ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവിനൊരു പ്രവചന ശബ്ദം, ഇവിടെ ദൈവികമായ ഒരു വ്യത്യാസം തന്റെ ജനത്തിന്റെ മേൽ ദൈവം കൽപ്പിക്കുന്നു. എന്ത് വ്യത്യാസമാ? ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. പ്രൈസലോ. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉരുവിടുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദൈവം ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രൈസലോ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചന ശബ്ദമായി ദൈവജനത്തോട് പറയുകയാ, ഹല്ലേലൂയ, നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ വീണ്ടും കാണുമെന്ന് വചനം പറയുമ്പോൾ
സംഭവിപ്പാനുള്ളതായ ഒരു കാര്യത്തെയാണ് പ്രവാചകൻ ഊന്നി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വ്യത്യാസം ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല, ഈ വ്യത്യാസം ദൈവം കാണിക്കുന്നില്ല. പക്ഷെ ദൈവത്തെ സേവിക്കുന്നവർ കാണത്തക്കവണ്ണമുള്ള ഒരു വ്യത്യാസം വീണ്ടും കാണുമെന്ന് ജനത്തോട് പ്രത്യാശയിൽ വിളിച്ചു പറയുന്ന പ്രവാചക ശബ്ദം നമ്മളോട് ദൈവം പറയുകയാ. ഇന്നലകളിലുള്ള ജീവിതത്തിന്റെ മേഖലകളിൽ ഇന്നെന്ന പോലെ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരു വ്യത്യാസം ദൈവം കാണാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ആരാധനകളിൽ ഒരു വലിയ മാറ്റം ദൈവം ഈ കാലയളവിൽ വെളിപ്പെടുത്തുവാൻ പോവുക? ദൈവം ഒരു അനുഗ്രഹം നമുക്ക് വേണ്ടി വെക്കുകയാണ്. ദൈവം ഒരു മാറ്റം ദൈവം നമുക്ക് വേണ്ടി കൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പ്രവചന ശബ്ദത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവയെ വീണ്ടും കാണുമെന്ന് പറയുന്ന ആ വ്യത്യാസം എന്താണ്? മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ 16-17 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ വ്യത്യസ്തമായ ചില ചിന്തകൾ ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. 16-ാം വാക്യം നമ്മളൊന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. ഹല്ലേലൂയ. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ദൈവിക ചിന്ത ഇവിടെ കാണുന്നത് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള ആ വ്യത്യാസം, പ്രൈസ് ദി ലോർഡ്, ഒന്നാമത്തെ ഭാഗമാണ് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തിന്റെ സഭയോട് ഞാൻ ദൂത് പറയുന്നു, നമ്മളുടെ ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന ദൈവം കേട്ടാൽ ഒരിക്കലും ശത്രു പിടിക്കുമെന്ന എല്ലാ അധികാരങ്ങൾക്കുമീതെ ദൈവജനത്തിന്റെ പ്രാർത്ഥനയിൽ അസാധാരണമായ വിടുതൽ നടക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം നമുക്ക് വാഗ്ദത്തം തരുന്നത്, രണ്ടുപേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നോക്കിയേ, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേൾക്കുന്നു. അപ്പോ പറയുന്നു, ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ നാളുകളിൽ ഒരുവന് വേണ്ടി ഐക്യതയോടെ പ്രാർത്ഥിക്കുവാൻ സഭയോട് ദൈവിക ആലോചന കൈമാറുകയാ. ഒരു ദൈവികമായ വിടുതൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോവുകയാ. ഇതുവരെ നടക്കാത്ത ചില ദൈവപ്രവർത്തികൾ സഭയുടെ അകത്ത് വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവ അത്ഭുതങ്ങൾ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടുത്തുവാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്ക് കാണുവാൻ കഴിയും, അതിലെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഹല്ലേലൂയ. പ്രാർത്ഥനാ സ്ഥലത്തിലേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടുത്തിയായി ലക്ഷണം പറയുന്ന ഒരു ബാല്യക്കാരത്തി, ആ സ്ത്രീ ഹല്ലേലൂയ വെളിച്ചപ്പാടിന്റെ ആ ശക്തിയാൽ കടന്നു വരുന്നവരും പോകുന്നവരുമായിട്ടുള്ളവരോട് ലക്ഷണം പറയുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവഭക്തന്മാർ അതുവഴി കടന്നു പോകുന്നു. അവരെ നോക്കി അവൾ ഇങ്ങനെ പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം അറിയിപ്പാനത്രേ ഇവർ വന്നിരിക്കുന്നത്. ഈ വെളിച്ചപ്പെടുത്തിയായ സ്ത്രീ പറഞ്ഞതായ കാര്യങ്ങൾ വളരെ കൃത്യമാ. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ കൃത്യ പ്രവചനമാ. പ്രൈസ് ദി ലോർഡ്. അല്ലേ?
സ്വതന്ത്ര പ്രവചനത്തിന് ഒരു മാറ്റവും ഇല്ല. ആള് പറഞ്ഞ കാര്യം കറക്റ്റാ. പ്രൈസലോ. പക്ഷെ അഭിഷേകമുള്ള പൗലോസ് ഈ ദൂതുകൾ ഏതാത്മാവിനാണെന്ന് തിരിച്ചറിയുവാനിടയായി. പ്രൈസലോ. എല്ലാ ദൂതുകൾക്കും നമ്മൾ ചെവി കൊടുക്കാതെ വണ്ണം ആത്മാവിൽ വിവേചിക്കേണ്ടതിനെ ആത്മാവിൽ വിവേചിപ്പാൻ നമുക്ക് ഒരുക്കമുണ്ടാകണം. പ്രൈസലോ. പൗലോസ് ഇത് ഏറിയ നാൾ അല്ലെങ്കിൽ ഇത് കണ്ടും കേട്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു നാൾ ഇത് കണ്ട് കേട്ട് മുഷിപ്പാനിടയായി. മുഷിഞ്ഞ് താൻ തിരിഞ്ഞു നോക്കി ഇവളിലുള്ള അല്ലെങ്കിൽ ദുരാത്മാവിനെ ദൈവത്തിന്റെ അധികാരത്തിനകത്ത് അവൻ ശാസിപ്പാനിടയായി തീർന്നു. തൽക്ഷണം വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന അവളുടെ അകത്ത് വെളിപ്പെടുന്ന അന്ധകാര ശക്തി ആ പൗലോസിന്റെ ഒരു വാക്കിനാൽ അവളെ വിട്ടുപോകുവാനിടയായി. എന്ത് സംഭവിച്ചു? അവളുടെ മേലുള്ള ദുരാത്മാവ് അഴിഞ്ഞു പോയപ്പോൾ യജമാനന്മാർക്കുള്ള ലാഭം നിന്നു, ലക്ഷണം പറയുന്ന വിദ്യയും അവിടെ നിന്നു. പ്രൈസലോ. അപ്പോ എന്റെ ഭാഷയിൽ പറഞ്ഞ ഇവിടെ നോക്കണം, പൗലോസിന് ദൈവം ഒരു അധികാരം കൊടുത്തതുകൊണ്ട് ആ ഒറ്റ അധികാരത്തിന്റെ മുൻപിൽ ഈ ശക്തികൾ വിട്ടുമാറുവാനിടയായി തീർന്നത്. പക്ഷേ എന്ത് ലഭിച്ചു? ഈ ശുശ്രൂഷയുടെ അകത്ത് വലിയ അടിയേക്കേണ്ടി വന്നു. പ്രൈസലോ. വലിയ ഉപദ്രവം സഹിക്കേണ്ടി വന്നു. ആകപ്പെടേണ്ടി വന്നു. പ്രൈസലോ. അലലിയ. ആ ദേഹം മുഴുവൻ കോലുകൊണ്ട് അടിച്ച് കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടുവാനിടയായി. അഭിഷേകം നിറഞ്ഞ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ തീരുമാനങ്ങൾക്ക്, ആത്മീയ ദൗത്യങ്ങൾക്ക്, ആത്മീയ ശുശ്രൂഷകൾക്ക്, ആത്മീയ മുന്നേറ്റങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന ചില വേദനകളും ചില അടികളും ചില ഉപദ്രവങ്ങളും ആണെങ്കിലും നിന്റെ ആരാധന മുടക്കാതെ, പ്രാർത്ഥനകൾ മുടക്കാതെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആത്മീയ തീരുമാനങ്ങളിൽ നാം മുന്നേറുവാൻ ഇടയായി തീർന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, പ്രൈസലോ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയാകും. നമുക്കറിയാവുന്ന ഭാഗമായുണ്ട് ദൂത് ഞാൻ കൈമാറുന്നു. അല്ലിയ ഒപ്പം അല്ലിയ പൗലോസിന് കൂടെ നടന്നതായ പൗലോസും ശീലാസും നമ്മുടെ അല്ലിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ശീലാസുമാര് പറയും, അല്ലെ നിന്റെ കൂടെ വന്നിട്ട് എനിക്കും അടി കിട്ടി, അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് ഐക്യത നഷ്ടപ്പെട്ട് അല്ലിയ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയും. പ്രൈസലോ. പക്ഷേ നിന്റെ കൂടെ ഞാൻ നിന്നതുകൊണ്ട് എനിക്ക് ലഭിച്ച ഉപദ്രവം കണക്കിലാക്കാതെ വണ്ണം ഞാൻ നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാണ്. പ്രൈസലോ. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെക്കുന്നു. പ്രൈസലോ. പൗലോസിന്റെയും ശീലാസിന്റെയും പ്രാർത്ഥന കാരാഗ്രഹത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസലോ ഹല്ലേലൂയ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് കൊണ്ട് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കം തട്ടുവാനിടയായി. അവിടെ നടന്ന സംഭവം, ദൈവം അവിടെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ അവിടെ അഴിച്ച് ഒരു കൂട്ടത്തെ ഒന്നിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പൗലോസിന് കഴിഞ്ഞെങ്കിൽ ദൈവസഭയുടെ മേലുള്ള പ്രാർത്ഥന ഈ നാളുകളിൽ ചിലരുടെ ബന്ധനങ്ങൾ അഴിക്കുവാൻ, ചില കാരാഗ്രഹത്തിൽ നിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ, ചിലരുടെ മുഖത്തെ തകർക്കുവാൻ, അന്യായമായി അല്ലെങ്കിൽ ന്യായമില്ലാത്ത കാര്യങ്ങളിൽ ബന്ധനത്തിൽ കിടക്കുന്ന ചിലരെ വിടുവിച്ചെടുക്കുവാനുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടി സഭയുടെ പ്രാർത്ഥന ദൈവമേൽമേൽപ്പിക്കുന്ന അനുഭവങ്ങൾ മുന്നേറുവാൻ വെളിപ്പെടാൻ പോകുകയാ. നമുക്കറിയാം, കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിലേക്ക് ബന്ധിതനായി കൊണ്ടുപോയിരിക്കുന്ന പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പ്രൈസലോ എന്താണ് കാരണം? ഒരുവൻ ആലയത്തിനകത്ത് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മുടന്തനായ ഒരു മനുഷ്യനെ പത്രോസ് പ്രാപിച്ച അഭിഷേകത്താൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച അവന്റെ ആ മുടന്തനായ അനുഭവത്തിന്റെ നടുവിൽ വ്യാപരിച്ചതായ ദുഷ്ടതയുടെ
വേദനയുടെ നടുവിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ച പത്രോസ് യേശുവിനെ അധികാരത്താൽ കൽപ്പിച്ചപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ ബന്ധിതനായി കിടന്നിരിക്കുന്ന ആ മുടന്തനായ മനുഷ്യനെ ദൈവ സൗഖ്യമായ ആലയത്തിനകത്തേക്ക് കൊണ്ടുവന്ന് ആലയത്തിൽ ജനത്തിൽ സാക്ഷ്യമായി നിർത്തിയപ്പോൾ പത്രോസിന് നേരെ ജനം ചുറ്റിൽ നിന്ന് അവനെ ബന്ധിച്ച് ജനമെല്ലാം യേശുവിലേക്ക് വരുന്നതറിഞ്ഞ് ജനമെല്ലാം പൂട്ടുവാൻ ശ്രമിച്ചു. ആമേൻ. അപ്പോഴും സഭ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച പത്രോസിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ കാരാഗ്രഹത്തിൽ ഇറക്കുവാനിടയായി തീർന്നു. ഒരു കാര്യം പറയാം, ഒരു ദേശത്തിൽ ഒരു ദൈവസഭ വളരുമ്പോൾ ഉണർവ് വെളിപ്പെടുന്നിടത്ത്, വിടുതൽ നടക്കുന്നിടത്ത്, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നിടത്ത് ശത്രു അടങ്ങിയിരിക്കത്തില്ല. ശത്രു അവന്റെ നീക്കങ്ങൾ, അവന്റെ പ്രകടനങ്ങൾ അവിടെ ഉയർത്തുവാനിടയാകും. അപ്പോ ഓർത്തോണം, സഭ ചിതറാനല്ല, സഭ തകരാനല്ല, സഭയുടെ മേൽ വീണ്ടും ചില ദൗത്യങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്ന സമയങ്ങൾ മുൻപ് വരാനിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ചു കേൾക്കും. കാരാഗ്രഹത്തിൽ ഒരുവൻ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചെടുത്ത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം വിടുവിച്ച് പുറത്തിറക്കിയെങ്കിൽ ഒരത്ഭുതത്തിന്റെ കരം ദേശത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടട്ടെ. അപ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ അനേക വിടുതലുകൾ ദൈവം കാണിക്കാൻ പോവുകയാ. ഒരു പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ അനേകരെ ദൈവം ബന്ധനത്തിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഈ സഭ ദൈവത്താൽ അഭിഷേകത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവസഭ ദേശത്ത് ഉണർത്തട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഈ വചനത്തിന്റെ അധികാരത്താൽ ഈ സഭയെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയും അതിനെ ഹല്ലേലൂയ ആത്മാവിൽ ആ ദൈവിക മൂവ്മെന്റിലേക്ക് ഞാൻ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഞങ്ങളെ കൊണ്ട് അത് ദൈവം സാധിപ്പിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തെ ദൈവിക ദൂതാണ് ഞാൻ പറഞ്ഞത്. അതിലെ സേവിക്കുന്നവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തമ്മിൽ ഭക്തന്മാർ സംസാരിക്കുന്ന ദൈവം ശ്രദ്ധ വെച്ചു കേൾക്കും. രണ്ടാമത്തെ ചിന്ത, അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്മരണയുടെ പുസ്തകം. യഹോവേ അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം. സ്മരണയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ഓർമ്മയുടെ പുസ്തകം എന്ന് പറയുന്നു. ഓർമ്മയുടെ പുസ്തകം നമുക്കറിയാം. സങ്കീർത്തനം 56:8 പ്രൈസ് ദി ലോർഡ് വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്, നീ എന്റെ ഉഴച്ചലുകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുക, നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീര് അവന്റെ പുസ്തകത്തിൽ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? നമ്മുടെ ഭാരമേറിയ, നമ്മുടെ പ്രയാസമേറിയ, നമ്മുടെ വേദനയുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് ദൈവം ഓർമ്മയുടെ പുസ്തകത്തിൽ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിരവധി ഭാഗങ്ങൾ വചനത്തിൽ നിന്ന് നമുക്ക് തെളിവായി വെളിപ്പെടുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ 2-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്യർ അവരെ ആക്രമിച്ച് അവരോട് ചെയ്തത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കുക. ശൗമേല് ശൗലിനെ അഭിഷേകം ചെയ്തിട്ട്
ആ അഭിഷേകം വീണ ശൗലിനോട് ശൗമേല് പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്കർ വന്നിട്ട് ഇസ്രായേലിനോട് ചെയ്ത എല്ലാ പ്രവർത്തികളും യഹോവ കുറിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആ ദൂത് ഏറ്റെടുക്കുവാൻ കഴിയും? ഇന്നലകളിൽ നമ്മുടെ നേരെ ശത്രു ചെയ്ത സകല കാര്യങ്ങൾ ദൈവം തന്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നു, ഹല്ലേലൂയ, നമ്മെ അഭിഷേകം ചെയ്യുന്ന ദൈവം നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ തന്നെ ആ അഭിഷേകത്തിന്റെ അധികാരത്തിനകത്ത് നമ്മിലൂടെ വെളിപ്പെടുവാനിരിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം ഇതാണ്: ശൗമേലേ, നീ അവരെ മുന്നും പിന്നും നോക്കാതെ അവർക്കുള്ളതൊക്കെയും നീ നിർമൂലമാക്കുക. ഇന്ന് ദൈവം ഈ വചനം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാ. നമ്മുടെ മേലുള്ള അഭിഷേകത്തിന്റെ ദൗത്യം എന്താണെന്ന് നാം തിരിച്ചറിയണം, അധികാരം തിരിച്ചറിയണം. വെറുതെ നമ്മൾ ആരാധനയ്ക്ക് പാട്ടിന്റെ കൂടെ പാടാനും അന്യഭാഷ പറയുന്നവരുടെ കൂടെ പറയാനല്ല. നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിനകത്ത് ചില ദൗത്യങ്ങളുണ്ട്. ചില ദൈവിക അധികാരത്തിന്റെ മുൻപിൽ ചിലത് ചെയ്യുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില പദ്ധതികളുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവിൽ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ശൗലേ നിന്നെ അഭിഷേകം ചെയ്യുന്നത് ഹല്ലേലൂയ വർഷങ്ങൾക്ക് പിറകിൽ എന്റെ ജനത്തെ ഞാൻ ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ആ സാഹചര്യത്തിൽ ഞാൻ വഴിയിൽ വെച്ച് അവർക്ക് നേരെ ഉണ്ടായതായ ആ ഹല്ലേലൂയ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവർക്ക് നേരെ ശത്രുത വെളിപ്പെടുത്തിയ ആ ശത്രു ചെയ്തതെല്ലാം ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. അതൊന്നും മായുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് തക്ക ഹല്ലേലൂയ വണ്ണം അതേ ഹല്ലേലൂയ അവരോട് ചെയ്യേണ്ടതിന് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിന്റെ 1-2 വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. ഒരാളൊന്ന് വായിക്കാമോ പെട്ടെന്ന് എടുത്തെങ്കിൽ? പ്രൈസ് ദി ലോർഡ്. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ അന്ന് രാത്രി രാജാവിന് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. ഉമ്മരപ്പടി കാവൽക്കാരായി രാജാവിന്റെ ഷണ്ഡന്മാരെ ബിഗ്ദാനം രാജാവിനെ കൈവശം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മൊർദെഖായി അറിവ് തന്ന പ്രകാരം എഴുതിയിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. രാജാവ് രാത്രിയിൽ ഉറക്കം വരായികയാൽ അവൻ കൽപ്പിച്ചത് എന്താണ്? ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് കിടക്കുന്നിടത്ത് ഉറങ്ങാൻ കഴിയുന്നില്ല. ആ ഉറങ്ങാൻ കഴിയാതെ വന്നപ്പോ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഹല്ലേലൂയ ചെന്ന് ഹല്ലേലൂയ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കുറിച്ചിരിക്കുന്ന പുസ്തകം എടുത്തുകൊണ്ട് വരിക. ഹല്ലേലൂയ. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. ഹല്ലേലൂയ. അവിടെ ദിനവൃത്താന്തങ്ങളിൽ മുമ്പ് നടന്ന സംഭവങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അവിടെ രാജാവിനെ കുറെ കാര്യങ്ങൾ തന്റെ ഹല്ലേലൂയ ആ കൂടെയുള്ളവർ വായിച്ചു കേൾപ്പിക്കുമ്പോൾ 2-ാം വാക്യം വായിക്കുക. ഉമ്മരപ്പടിയുടെ കാവൽക്കാരായ രാജാവിന്റെ ഷണ്ഡന്മാർ ബിഗ്ദാന തേരസ് എന്നീ 2 അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ച സംഗതി മൊർദെഖായിക്ക് അറിവ് തന്ന പ്രകാരം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചതായ 2 ഷണ്ഡന്മാർ ആരൊക്കെയാണ്? ബിഗ്ദാന തേരസ്. ഇവര് രാജാവിനെ കയ്യേറ്റം ശ്രമിക്കുവാൻ സംഗതി പദ്ധതി ഒരുക്കിയപ്പോൾ അത് മനസ്സിലാക്കിയ മൊർദെഖായി രാജാവിനോട് ചെന്ന് പറഞ്ഞു, നിന്നെ 2 പേർ നിന്റെ കൂടെയുള്ളവർ നിന്നെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുന്നു. അത് കേട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ നിന്ന് രക്ഷപ്പെട്ട കാര്യവും ആ രാജാവ് അവരെ കുറിച്ചുള്ള കാര്യാദികൾ
രാജാവിനോട് പറഞ്ഞ കാര്യമൊക്കെ നാളുകളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ, ചില ദിവസങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ ഉറക്കം വരാത്ത രാജാവ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ എടുത്തു വായിച്ചപ്പോഴാണ് അന്ന് മൊർദെഖായി ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുവാനിടയായത്. അങ്ങനെ ഓർമ്മയുടെ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ രാജാവിന് പിടികിട്ടി, അന്ന് മൊർദെഖായി എന്നോട് പറഞ്ഞ പ്രകാരം പ്രൈസലോ അവൻ പറഞ്ഞതിനൊന്നും ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ല. പകരം അപ്പോ രാജാവ് ആദരിക്കേണ്ട ഒരു പുരുഷനായി മൊർദെഖായിയെ കണ്ടുകൊണ്ട് മൊർദെഖായിക്ക് നേരെ ശത്രുവായിരിക്കുന്ന ഹാമാൻ ഒരുക്കിയ കഴുമരത്തിന്റെ നടുവിൽ രാജാവ് ഹാമാനോട് തന്നെ ചോദിക്കുന്നു, രാജാവ് ആദരിക്കുന്ന പുരുഷന് രാജാവിന്റെ കൂടെ ആദരവിന് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ അവന് കൊടുക്കേണ്ടത്? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, രാജാവ് ധരിക്കുന്ന വസ്ത്രം, രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് കയറി ഹല്ലേലൂയ രാജാവ് ധരിക്കുന്ന വസ്ത്രവും ഇതെല്ലാ രാജകീയ ബഹുമതികളും കൊടുത്ത് ആദരിക്കണമെന്ന് ഹാമാൻ പറയുമ്പോൾ അതിന് യോഗ്യത പ്രാപിക്കുന്ന ഒരു പുരുഷനായി മൊർദെഖായിയെ ദൈവം വെളിപ്പെടുത്തി. എന്തുകൊണ്ട്? അന്ന് ചെയ്തതായ ആ ഒരു കയ്യേറ്റത്തെ കുറിച്ച് രാജാവിനോട് പറഞ്ഞപ്പോ അത് ദൈവം മാനിക്കേണ്ട സമയത്ത് രാജാവിന്റെ ഉറക്കം കെടുത്തിയിട്ട് ഒരു പുസ്തകമെടുത്ത് വായിച്ചു നോക്കിയപ്പോ കേട്ട കാര്യത്തിന്റെ നടുവിൽ രാജാവ് പെട്ടെന്നൊരു ഒരു ഉടമ്പ് ഒരു പ്രഖ്യാപനം, മൊർദെഖായിയെ മാനിക്കേണ്ട വണ്ണം നന്നായി മാനിക്കണം. ആമേൻ. ഇതിൽ നിന്നാ മനസ്സിലാക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും തക്ക പ്രതിഫലം ദൈവം നമുക്ക് തരാൻ ദൈവം സർവശക്തനാണ്. പ്രൈസലോ ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവം ഓർമ്മയിൽ കുറിച്ചിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുവാനിടയാകും. പ്രൈസലോ ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മൾ ചെയ്യുന്ന ദൈവസന്നിധിയിൽ എടുക്കുന്ന എഫേർട്ടിനകത്ത് ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ദൈവം ചെയ്യും. അതുപോലെ തന്നെ പറയുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അടുത്തൊരു കാര്യമാണ് യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. തന്റെ ജനം ദൈവത്തിന്റെ വരുവാനിരിക്കുന്ന നിത്യതയുടെ ദിവസത്തിൽ ദൈവത്തെ സേവിക്കുന്നവർ ദൈവസന്നിധിയിൽ ഒരു നിക്ഷേപമായിരിക്കുമെന്ന് ദൈവവചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിക്ഷേപമായിരിക്കും. ന്യായവിധി ദിവസങ്ങളിൽ ദൈവത്തെ സേവിക്കുകയും ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ദൈവത്തിനൊരു പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എത്ര പേർക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യാൻ കഴിയും? ഓ ഹല്ലേലൂയ. എൻ്റെ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ദൈവം അറിയിക്കുന്ന ഒരു ദൂത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നാം വീണ്ടും കാണാൻ പോവുകയാണ്. എത്ര പേർക്ക് ഈ വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ കഴിയും? ഒരു നിമിഷം ഒന്ന് ആത്മാവിലൊന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ച്, അർദ്ധന വൈഡകര ജഗന ധരാജന, ഞാൻ ഈ മീറ്റിങ്ങിനെ ഹാലിലെ കൂടിയിരിക്കുന്ന തന്റെ ജനത്തെയും ദൈവസഭയെയും ദൈവദാസനെയും നമുക്ക് ഒരുമിച്ചൊരു ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ ഒന്നടുത്തു വന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. ശന്തൽ ഖടകട ജനാധരാദിയാനവ ഓ റിഗമവനഗദര ജനഗദരഗദനഗസിയ അൽമന റബദിനിയ ശിബ നദര ദിഗൽകമന രഹസ്യദനാദന. ഈ ഡിവൈസിലായിരിക്കുന്ന പാട്ട് പാടിയ കർത്താവിന്റെ ദാസനോട് ആത്മാവ് ഇന്ന് പകല് ദൈവാത്മ പറയുന്നു, ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന തന്റെ ഭക്തന്റെ മുൻപിൽ, അനേക വെളിയുടെ മുൻപിൽ, അനേക ദൈവിക ആലോചനയുടെ മുൻപിൽ അന്തരം പ്രൗഢ വിരിക വരുവാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു മൊർദെഖായിക്ക് ദൈവം ഒരു ആലിയ പദവി വെച്ചിരിക്കുന്നത് പോലെ അതര പ്രൗഢവന രഹസ്യ, ചില അനുഗ്രഹത്തിന്റെ, ചില ഉയർച്ചയുടെ, ചില നന്മയുടെ ഓ റബനഗസ്യ പദവികൾ ദൈവം മുൻപിൽ ഒരുക്കുന്നുണ്ട്. റബശാധി രഗതരഗടകസ്യ, ആത്മാവിനോട് പറയുന്നു, റാഷദി ഖമാനഗടകരഗതുനിയ, വളരെ വേദനയോടെ, ശോധനകളോടെ, ഉപവാസ
ഉപവാസവും പ്രാർത്ഥനയിലൂടെ ഒക്കെ പോയ സാഹചര്യത്തിന്റെ നടുവിൽ ഒരു മൊർദെഖായി തന്റെ ജനത്തിന്റെ നടുവിൽ ഒരു വിടുതലിനു വേണ്ടി ദൈവസന്നിധി കാംക്ഷിച്ചു. തന്റെ മകളെ ഒരു നല്ല പദവിയിലേക്ക് കയറ്റുവാൻ തനുത്തിരി ആഗ്രഹിച്ചു. മൊർദെഖയുടെ ആഗ്രഹം പോലെ യോഗ്യതകൾ നോക്കാതെ, പദവികൾ നോക്കാതെ, അതര പ്രൗഢമന രഹസ്യ തന്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ചൊരു ദൈവമെങ്കിൽ, അതര പ്രൗഢമന രഹസ്യാതനാചന നിന്റെ ഏകാന്തതയുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം മറന്നു കളയാതെ ദൈവത്തിന്റെ മഹത്വമേറിയ കരം അതര പ്രൗഢമന രഹസ്യ ജീവിതത്തിനകത്ത് ആഴമായി വെളിപ്പെടുന്ന നിമിഷങ്ങൾ അതിവിദൂരമല്ലെന്ന് വിളിച്ചു പറയുകയാ. അതൊരു പ്രൗഢമന രഹസ്യാതനാചനാദിയ. ഓ, പുറത്തു കിടക്കുന്ന ഒരു മൊർദെഖായിയെ അകത്തു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഹാമാന്റെ ഭവനം രാജ്ഞിക്ക് കൊടുത്തത് കൊണ്ട് അതിന് മേൽവിചാരകനായി കാര്യവിചാരകനായി ഹാമാൻ മൊർദെഖായിയെ കൊണ്ടുവന്നതുപോലെ അതര പ്രൗഢമന രഹസ്യ ദേശം ആദരിക്കുന്ന, ദേശം അതരഹസ്യ അംഗീകരിക്കുന്ന ചില വിടുതലിലേക്ക് ദൈവം കൊണ്ടുവരുന്ന നിമിഷങ്ങൾ വിളിച്ചു പറയുന്നു. അതര പ്രൗഢമന രഹസ്യാധനാചന ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതിന് പകല് ഇന്ന് രാത്രി കൈമാറുന്നു. അതര പ്രൗഢമന രഹസ്യ സഭയുടെ ശക്തമേറിയ പ്രാർത്ഥന. അതര പ്രൗഢ പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ദൈവിക ദൂതന്മാരിറങ്ങിയെങ്കിൽ അതര പ്രൗഢമന രഹസ്യ സഭയുടെ മേൽ പ്രയോജനകരമാകേണ്ട ചിലരെ അകത്തു കൊണ്ടുവന്ന് സഭയുടെ മേൽ ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ധാർമ്മാനകസ്യ ഒരു വിശാലതയ്ക്ക് വേണ്ടി അധികാരത്തോടെ ചിലരെ എഴുന്നേൽപ്പിക്കുന്ന സമയങ്ങൾ അതിവിദൂരമല്ലെന്ന് വിളിച്ചു പറയുകയാ. സഭയുടെ മേൽ 2026 തന്നെ വലിയൊരു ഉണർവിന്റെ മുന്നേറ്റങ്ങൾ. ജനം വിടുവിക്കത്തക്കവണ്ണം, ഒരു കൂട്ടം വിടുവിക്കത്തക്കവണ്ണം, അനേകരുടെ ബന്ധനങ്ങൾ അഴിയത്തക്കവണ്ണം, അനേകരുടെ കാരാഗ്രഹത്തിൽ നിന്ന് വലിച്ചെടുക്കത്തക്കവണ്ണമുള്ള ചില വിടുതലുകൾ ദൈവസഭയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുവാനുണ്ട്. അതര പ്രൗഢിവിരികത രഹസ്യ ഒരു ഹല്ലേലൂയ. അതരപരക ജനം പ്രവാസകാലം കഴിഞ്ഞ്, ഒരു അടിമത്ത കാലം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കൂട്ടമായി ഒരു അമാലേക്കരുടെ ശക്തി ജനത്തെ വന്ന് ആക്രമിക്കുന്നത് പോലെ, വഴിയിൽ വെച്ച് പോരാടുന്നത് പോലെ അതരഘടകസ്യ ജനം കഷ്ടത അനുഭവിക്കുന്നിടത്ത് ഒരു ജനത്തിനു വേണ്ടി ദബൽഖമന ഒരു ശൗലിനെ അഭിഷേകം ചെയ്ത് അതര പ്രൗഢമന രഹസ്യ സകലതും ദൈവം മുൻനിശ്ചയിച്ച പ്രകാരം അതരവയുടെ മനസ്സിൽ സൂക്ഷിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ശൗലിനെ അഭിഷേകം ചെയ്തതുപോലെ അഭിഷക്തനെ ആത്മാവ് വിളിച്ചു പറയുന്നു. ദേശത്തെ മുന്നും പിന്നും നോക്കാതെ അതര പ്രൗഢമന രഹസ്യനാദികൾ ഖമന രഹസ്യ വെട്ടതിനെ വെട്ടാൻ, തകർക്കേണ്ടതിനെ തകർക്കുവാനുള്ള ഒരധികാരത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന സമയങ്ങൾ അതിവിദൂരമല്ല. കർത്താവേ, ഈ സഭയെ നീ അനുഗ്രഹിച്ച വലിയ മാനിക്കണമേ. അർദ്ധന വൈഡകരക ശ്രീകാലരതിയ ഈ നാളുകളിൽ യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള ഒരാഴമേറിയ വ്യത്യാസം ദൈവസഭയുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. അതര പ്രൗഢമന രഹസ്യ സജി എന്ന് പറയുന്ന ബ്രദറിനോട് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു. അറമനഘടകസ്യ ധൂനമനഘടകസ്യ അതൊരു പ്രൗഢമന രഹസ്യ അബ്ദന ജഗനഘടകസ്യ ആക്ഷേപത്തിന്റെയും പരിഹാസത്തിന്റെയും ഒറ്റപ്പെടലുകളുടെയും നടുവിൽ അതര പ്രൗഢമനകസ്യ ഹൃദയംഗമായി ചില മുറിവുകൾ ഏറ്റുകൊണ്ട് അറമനക ജനപരുടെ വിരികതന ചില വാക്തത്വത്തിന്റെ മുൻപിൽ അതര പ്രൗഢമനക വെളിപ്പെട്ടു വന്നതായ ചില പരിശോധനകളെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. അതര പ്രൗഢമനകസിയാതനാജന ഒരു വലിയ വിടുതൽ ജീവിതത്തിനകത്തുണ്ട്. വലിയ കുടുംബത്തിനകത്ത് ചില ദൈവപ്രവർത്തികൾ മൂടിയതുപോലെ വാക്തത്വങ്ങൾ തുറന്ന വഴികളെ ദൈവം അപനഘടകസ്യ പറയുന്നു. പിശാച് അടച്ചു കളഞ്ഞത്, ഇരുളാക്കി വെച്ചിരിക്കുന്നത് ദൈവം മുന്നോട്ട്, ദൈവം നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കാൻ പോകുകയാണ്. നിന്ദകളെ ഉരുട്ടിക്കളയുന്ന വർഷമാണ്. ദൈവം പറയുന്ന ഈ നാളുകളിൽ 2026 ജീവിതത്തിന്റെ ചില നിന്ദകൾ ഉരുട്ടിക്കളയാൻ പോകുകയാ. ഉറവനഗതനകസ്യ ദേശം വിധിയെഴുതിയ ചില വിധിയെഴുത്തുകളെ ആത്മാവ് തകർക്കാൻ പോകുകയാ. ഓ, യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. അർബന ഷദന റിബന ജഗന ധിഗന ഈ ദൈവസഭയ്ക്കായി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാൻ, പരിചയപ്പെടുവാൻ, ഈ കൂട്ടായ്മ ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവസഭയെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷിപ്പാൻ അണിയരെയും ശുശ്രൂഷേൽപ്പാൻ ജനത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുകയും ഇങ്ങനെ അവസരം തന്ന ദൈവദാസനോടും ദൈവസഭയോടും ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ല വിധത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ദൈവനെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു ദൈവപ്രവൃത്തിയുണ്ട് എന്ന് ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് നമ്മളെ ഓർപ്പിച്ചുവല്ലോ. യഹോഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഒക്കെ ദൈവം മറുപടി തന്ന ഈ ദേശത്തോട് ഒരു ദൈവം ഈ ദേശത്തെ വിടുവിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവാത്മാവിന്ന് ചിലരോടൊക്കെ സംസാരിപ്പാനിടയായല്ലോ. ദൈവവചനത്തിലൂടെ പേഴ്സണലായിട്ടൊക്കെ ദൈവവചനം സംസാരിപ്പാനിടയായി തീർന്നു. ദൈവം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേക നമ്മുടെ പല പ്രിയപ്പെട്ടവരും ജോലി മേഖലകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ദൈവം മറുപടി കൊടുത്ത് കർത്താവ് സഹായിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന, ഉപവാസം ഒക്കെ അനുഗ്രഹമായി തീരുവാൻ, ആത്മീയമായി ഒരു ഉണർവ് ഉണ്ടാകേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് ദൈവനെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനെ നമുക്ക് സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിന്റെ ദാസനെ കുടുംബമായി ആ ദേശത്ത് കർത്താവ് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചുരുക്കം പേരായി ദൈവസേനയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവെ ദൈവവചനം കേൾപ്പാനൊക്കെ ദൈവടയാക്കിയത് ഓർത്തു സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേക കർത്താവെ, ചില ഭാരങ്ങളുമായിട്ടായിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ദൈവം അതിനെല്ലാം മറുപടി തന്ന് കർത്താവ് മാനിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസൻ അൻമിൻ ജെ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, കുടുംബമായി ദുബൈയിലായിരിക്കുന്നല്ലോ, ദൈവം ഉയർച്ചകളും മാന്യതകളും കൊടുക്കണമേ. ശുശ്രൂഷയിൽ ഉയർച്ച കൊടുക്കണം. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി കർത്താവ് തന്നെ കർത്താവെ അതിൽ അഭിഷേകം ചെയ്ത് കർത്താവ് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളോട് ദൈവം ശുശ്രൂഷിച്ചല്ലോ, ദൈവം പ്രതിഫലം കൊടുത്ത് മാനിക്കണം, സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ വിവിധ ഡിവൈസിലൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഷിജു പാസ്റ്ററുടെ മക്കളുടെ വിസയുടെ വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിനൊരു നീക്കുപോക്ക് കൊടുത്ത് കർത്താവ് മാനിക്കണമേ. പ്രിയ സജി പാസ്റ്ററുടെ മകൾ നാളെ സ്റ്റേറ്റ്സിലേക്ക് കടന്നു പോകുന്നല്ലോ, ദൈവം നല്ല യാത്ര കൊടുക്കണമേ. താൻ കടന്നു ചെല്ലുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലായിരിക്കുന്നു. കർത്താവ് ഇന്ന് വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. പ്രത്യേക പ്രിയ സിസ്റ്റർ രമ്യ കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും ജോയിൻ ചെയ്തല്ലോ, ദൈവം തന്നെ സഹായിക്കണം. തനിക്കും സ്വാതന്ത്ര്യമായി കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ ദൈവം ഇടയാക്കണം. കർത്താവ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സഭയായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട ദൈവവചനം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. ഐക്യതയോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയുണ്ട് എന്ന് ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവമിടയാക്കിയത് ഓർത്തു സ്തോത്രം. കർത്താവെ, ദൈവം സഭയുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തുന്ന ദൈവം എന്ന കർത്താവ് ഇന്ന് രാത്രിയിലും വാഗ്ദത്തം കേൾപ്പാൻ ദൈവമിടയാക്കിയല്ലോ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ആരെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും സാഹചര്യത്താൽ കർത്താവെ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവം വചനമയച്ച് ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി സ്തോത്രം. പ്രത്യേക ഞങ്ങൾ ബുധൻ വ്യാഴം ഉപവാസത്തോടെ ആയിരിക്കുന്നല്ലോ, വെള്ളി ദൈവം അതിന്റെ പേരിൽ ഒരു ദൈവപ്രവൃത്തി അയക്കണം. കർത്താവെ, അനുഗ്രഹിക്കുന്നതായ ദൈവദാസന്മാരെ കൊണ്ട് ദൈവം ശക്തമായ ധൂതും ഉണർവും അയച്ച് കർത്താവ് സഭയെ അതിന്റെ തലത്തിലേക്ക് ഉയർത്തേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഈ ഉപവാസം സഭയുടെ കർത്താവെ അകത്തടങ്ങളിൽ ഒരു വലിയ ക്രിയ ചെയ്യേണ്ടതിന് ദൈവം സഹായിക്കണം. ഈ ദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, അനേക പ്രിയപ്പെട്ടവർ ടെർമിനേഷനാലൊക്കെ ഭീതിയാൽ ഭാരപ്പെടുന്നവല്ലോ, ദൈവം അതിന്റെ മേലെല്ലാം ഒരു നീക്കുപോക്ക് കൊടുത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് സംരക്ഷിക്കേണ്ടതിനായി ദൂതന്മാരെ അയച്ച് അവരുടെ ഫയലുകളൊന്നും ഹല്ലേലൂയ ശത്രു തൊടാതെ വണ്ണം ദൈവം സൂക്ഷിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാ അനുഗ്രഹങ്ങളും നേരുന്ന കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. സകലമാനവും മഹത്വം പങ്കെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക ദൈവം എന്നെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അൻമിൻ ജെ ജോർജിന് അഗാപ്പെ ചർച്ച് ഖത്തറിന്റെ പേരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക ഇന്ന് ദൈവം എന്നെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോട് ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. നാളെ വൈകിട്ട് നമ്മുടെ സൂമിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ബുധൻ വ്യാഴം തീയതികളിൽ സഭയിൽ വെച്ച് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേക കർത്താവിന്റെ ദാസന് ഒരു പ്രാവശ്യം കൂടെ നന്ദി. ദൈവം തന്നെ മാനിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ.